ഹലോ 10 PSC ക്വസ്റ്റ്യൻസ് ഇൻ 10 മിനിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 8 ആണ്. 12 ജൂൺ 2023 നടന്ന PSC പരീക്ഷയാണ് ഇത്. ആദ്യത്തെ ചോദ്യം, റോം ഈസ് ഡാഷ് ആൻഡ് ഡാഷ്. റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി എന്താണ്? അത് നോൺ വോളറ്റൈൽ ആണ്, ശരിയാണ്. പക്ഷേ ടെമ്പററി ആണോ? അല്ല, അത് ടെമ്പററി ആയിട്ടുള്ളതല്ല. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് ചെയ്താലും മെമ്മറി ഇറേസ് ആവില്ല കേട്ടോ. വോളറ്റൈലും ടെമ്പററി ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് റാം ആണ്. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറിയാണ്. അടുത്തത്, ഇൻ TTL ഫാമിലി ഹൈ ഔട്ട്പുട്ട് കറസ്പോണ്ട്സ് ടു. ഹൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് TTL ഫാമിലിയിൽ നിന്നാണ് ചോദ്യം. അത് 0.8 മുതൽ 2 വോൾട്ട് ആണോ? അല്ല. 2 വോൾട്ട് മുതൽ 5 വോൾട്ട് ആണോ? അല്ല. 2.4 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെയാണ് ഹൈ എന്ന് പറയുന്നത്. TTL ഫാമിലിയിൽ ഹൈ എന്ന് പറയുന്നത് 2.4 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെയാണ്. 0.4 വോൾട്ട് ടു 2.4 വോൾട്ട് ആണോ? അതും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം TTL ഫാമിലിയിൽ ഹൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള TTL ഗേറ്റ് ഇൻപുട്ട് സിഗ്നൽ ലെവൽസ് എന്തൊക്കെയാണ്? ഇൻപുട്ടിലാവുമ്പോൾ 0 മുതൽ 0.8 വോൾട്ട് വരെ ഇൻപുട്ടിനെ ലോ എന്ന് എടുക്കാറുണ്ട്. ഓക്കെ, 0 ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. 2 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെ ഇൻപുട്ടിലാണെങ്കിൽ അത് 1 ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ TTL ഗേറ്റ് ഔട്ട്പുട്ട് സിഗ്നൽ ലെവൽസ് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്പുട്ടിലാവുമ്പോൾ 0 മുതൽ 0.4 വോൾട്ട് വരെ വന്നാൽ നമ്മളതിനെ ലോ ആയിട്ട് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ 2.4 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെയാണ് അതിനെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്? TTL ഫാമിലിയിൽ ഹൈ ഔട്ട്പുട്ട് എത്രയാണ്? 2.4 മുതൽ 5 വരെ. അതുകൊണ്ടാണ് 2.4 to 5 വോൾട്ട് എന്ന് നമ്മൾ എഴുതുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, which TTL family offers lowest power and fastest operation? അപ്പോൾ പവർ കുറവും സ്പീഡ് കൂടുതലും നമുക്ക് നോക്കാം. ഹൈ സ്പീഡ് TTL, അത് സ്പീഡ് മാത്രമാണ് കൂടുതൽ. ഷോർട്ട് കീ TTL അങ്ങനെ ഒന്ന് സ്പീഡ് മാത്രമാണ് കൂടുതൽ. ലോ പവർ TTL പവർ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ലോ പവർ ഷോർട്ട് കീ TTL. അപ്പോൾ ശരിയായി, ലോ പവറും ഉണ്ട്. ഷോർട്ട് കീ TTL ആവുമ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ കുറവാണ്, ഫാസ്റ്റ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലോ പവർ ഷോർട്ട് കീ TTL ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, in a JK flip flop when J equal to K equal to 1 then it will be considered as J equal to K equal to 1 ആയ നമ്മൾ അതിനെ സെറ്റ് എന്നാണോ പറയുക? അല്ല. റീസെറ്റ് ആണോ? അല്ല. ടോഗിൾ ആണ്. ഓക്കെ, അപ്പോൾ J equal to K equal to 1 equal to ടോഗിൾ കണ്ടീഷൻ. അതായത് JK 0 0 0 1 1 0 1 1 എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ എടുക്കാമല്ലോ. 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ചേഞ്ച് ആണ്. ഓക്കെ, 1 1 എന്ന് പറഞ്ഞാൽ ടോഗിൾ കണ്ടീഷനാണ്. 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ് കണ്ടീഷനാണ്. 1 0 എന്ന് പറയുന്നത് സെറ്റ് കണ്ടീഷനാണ്. ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, which of the following memories uses one transistor and one capacitor as a basic memory unit? ഒരു കപ്പാസിറ്റർ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് ആരാണ്? DRAM ആണ് കേട്ടോ, ഡൈനാമിക് റാം ആണ്. SRAM ട്രാൻസിസ്റ്റേഴ്സ് മാത്രമാണ് ഉപയോഗിക്കുക. ബോത്ത് A and B ആണോ? അല്ല. NV റാം എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ വോളറ്റൈൽ റാമിനെയാണ് NV റാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫിഗർ ഒന്ന് നോക്കി നോക്കാം. ഒരു DRAM സെല്ല് നോക്കിയേ, ഒരു ട്രാൻസിസ്റ്ററും ഒരു സ്റ്റോറേജ് കപ്പാസിറ്ററും കൂടെ ഉള്ളതാണ് ഈ DRAM സെൽ എന്ന് പറഞ്ഞാൽ. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? കപ്പാസിറ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി SRAMനകത്ത് എങ്ങനെയാണ്? അതിനകത്ത് അത് ലാച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതിനകത്ത് കുറേ ട്രാൻസിസ്റ്റേഴ്സ്, ഒരു 4 to 6 ട്രാൻസിസ്റ്റേഴ്സ് വരെ ഉണ്ടാവും. ഓക്കെ, അതിനാണ് SRAM അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. അടുത്തത്, in the Vidicon camera tube the material which is coated on the very thin metallic film called signal plate is of. Vidicon camera ട്യൂബിൽ ഏത് സിഗ്നൽ പ്ലേറ്റിൽ കോട്ട് ചെയ്തിട്ടുള്ള തിൻ മെറ്റാലിക് ഫിലിം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഫോട്ടോ കണ്ടക്റ്റീവ് നേച്ചറുള്ള ഇതായിരിക്കും കേട്ടോ. ഫോട്ടോ കണ്ടക്റ്റീവ് നേച്ചറിലുള്ള ഫിലിം ആയിരിക്കും കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ചോദ്യം, an example for audio file format is TIFF ആണോ, JPEG ആണോ, GIF ആണോ, അതോ MPEG ആണോ? ഇതിലേതാണ് ഓഡിയോ ഫയൽ ഫോർമാറ്റ്
എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഓഡിയോ ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് MPEG ആണ് കേട്ടോ. MP3 എന്നൊക്കെ പറയുന്നത് ഓഡിയോ ഫയൽ ഫോർമാറ്റ് ആണ്. അതേപോലെ വേവ് ഫയൽ, ഡോട്ട് വേവ് എന്നൊക്കെ പറയുന്നത് ഓഡിയോ ഫോർമാറ്റിലുള്ള ഫയലുകളാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഓഡിയോ ഫയൽ ഫോർമാറ്റ് അല്ലാതെ ടിഫ് എന്താണ് എന്നുള്ളത്. ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് ആണ്. JPEG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പാണ്. ജിഫ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ് ആണ്. അപ്പോൾ ഇത് മൂന്നും ആക്ച്വലി, ഇത് കൂടാതെ PNG എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമേജ് ഫയലുകളാണ്. ഓക്കെ, അതേപോലെ MPEG എന്ന് പറയുന്നത് MP4 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ ഫയൽസ് ആയി. MP3 എന്ന് പറയുന്നതൊക്കെ ഓഡിയോ ഫയൽസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കണം, എന്താണെന്നറിയില്ല, അത് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, the woofer system that is used only in the lower part of the audio spectrum is known as. അപ്പോൾ ലോവർ പാർട്ട് ഓഫ് ഓഡിയോ സ്പെക്ട്രത്തിൽ ഉപയോഗിക്കുന്ന വൂഫറിനെ നമ്മൾ വിളിക്കുന്നത് സബ് വൂഫർ എന്നാണ് കേട്ടോ. അപ്പം നമുക്കതൊന്ന് നോക്കി നോക്കാം. വൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അത് നമ്മുടെ ലൗഡ് സ്പീക്കർ ഡ്രൈവേഴ്സിനെയാണ് ഈ പറയുന്നത്. ഇതിനകത്ത് തന്നെ വെരി ലോ ഫ്രീക്വൻസീസിനെ നമ്മൾ സബ് വൂഫർ എന്ന് വിളിക്കും. അതേപോലെ ലോ ഫ്രീക്വൻസീസിൽ ഉപയോഗിക്കുന്നതിനെ വൂഫേഴ്സ് എന്ന് വിളിക്കും. മിഡിൽ ഫ്രീക്വൻസീസിൽ ഉപയോഗിക്കുന്നതിനെ സ്ക്വാക്കേഴ്സ് എന്ന് വിളിക്കും. ഹൈ ഫ്രീക്വൻസീസിൽ ഉപയോഗിക്കുന്നതിനെ ട്വീറ്റേഴ്സ് എന്ന് വിളിക്കും. വെരി ഹൈ ഫ്രീക്വൻസീസിൽ ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സിനെ നമ്മൾ സൂപ്പർ ട്വീറ്റേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ട്വീറ്ററും വൂഫറും സ്ക്വാക്കറും നല്ലോണം ഓർത്തു വയ്ക്കുക. കാരണം ട്വീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിൽ, കണ്ടോ, ഹൈ ഫ്രീക്വൻസീസിൽ ട്വീറ്റർ ആണ്. മിഡ് റേഞ്ചിൽ സ്ക്വാക്കർ ആണ്. ലോ ഫ്രീക്വൻസീസിൽ വൂഫേഴ്സ് ആണ്. അതിൽ ലോ വരുമ്പോൾ സബ് വൂഫേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിന് മുകളിലേക്ക് വരുമ്പോഴോ സൂപ്പർ ട്വീറ്റേഴ്സ് എന്നും വിളിക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതൊന്നും ഓർത്തു വയ്ക്കുക, ഈ ഫിഗർ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അടുത്ത ചോദ്യം, in a DVD recording and playback, recording and playback is done by laser beam for both recording and playback, video head for playback and laser for recording, UV for playback and recording, IR for both recording and playback. DVD റെക്കോർഡിങ്ങിനകത്ത് റെക്കോർഡിങ്ങും പ്ലേബാക്കും ചെയ്യുന്നത് ലേസർ ബീം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, in a TV transmission, separation of sync pulses from the composite video waveform is done by. ആക്ച്വലി TV ട്രാൻസ്മിഷനിൽ സെപ്പറേഷൻ ശരിക്കും ചെയ്യുന്നത് ക്ലിപ്പർ വഴിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്ലിപ്പർ വഴി കോമ്പോസിറ്റ് വേവ് ഫോമിൽ നിന്ന് സിങ്ക് പൾസുകൾ കിട്ടും. സിങ്ക് പൾസുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടാവും? ഹൊറിസോണ്ടൽ സിങ്ക് പൾസും ഉണ്ട്, വെർട്ടിക്കൽ സിങ്ക്രണൈസിങ് പൾസസും ഉണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ക്ലിപ്പറിൽ നിന്ന് അത് ഡിഫറൻഷിയേറ്ററിലേക്കും ഇൻ്റഗ്രേറ്ററിലേക്കും പോവാറാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതും PSCയിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്ലിപ്പറിൽ നിന്ന് സിങ്ക് പൾസ് കിട്ടും, അതിൽ നിന്ന് ഡിഫറൻഷിയേറ്ററിലേക്കും പോവും, അതിൽ നിന്ന് ഇൻ്റഗ്രേറ്ററിലേക്കും പോവും. ഓക്കെ, ഇൻ്റഗ്രേറ്ററിൽ നിന്ന് എന്താണ് കിട്ടുക? വെർട്ടിക്കൽ ഔട്ട് കിട്ടും, വെർട്ടിക്കൽ സിങ്ക്രണസ് ഔട്ട് കിട്ടും, ഇതിൽ നിന്ന് ഹൊറിസോണ്ടൽ ഔട്ടും കിട്ടും. ഡിഫറൻഷിയേറ്ററിൽ നിന്ന് ഹൊറിസോണ്ടൽ സിങ്ക്രണസ് ഔട്ട്പുട്ടും കിട്ടും. ഓക്കെ, സിങ്ക്രണസ് പൾസുകൾ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും.